എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. നല്ല ടേസ്റ്റിയായ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴുകി വെച്ച ബീഫിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കത് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിലാവുമ്പോൾ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ വിസിലൊക്കെ പോയി തുറക്കാറാകുമ്പോഴേക്കും നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകൊക്കെ റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനായിട്ടുണ്ട്. അത് കുറച്ചും കൂടി സമയം തീ കുറച്ച് വെച്ചിട്ട് ഒരല്പം നേരം കൂടി അടച്ചു വയ്ക്കാം. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.